മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ചോദ്യം ഫിയർ ഓഫ് ക്രിറ്റിസിസം എന്നതിനെക്കുറിച്ചാണ്. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന, അതിൻ്റെ ചുമതല വഹിക്കുന്ന ആളെ മറ്റുള്ളവർ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവർ ആവശ്യമില്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മൂലം ഇദ്ദേഹത്തിനുണ്ടായ മാനസിക പ്രയാസത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, കുറ്റപ്പെടുത്തലുകളെ ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? അത് സതുദ്ദേശമായാലും ദുരുദ്ദേശമായാലും നമ്മളുടെ മനസ്സിനെ വല്ലാതെ മതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അവരിലുണ്ടാക്കിയ ഒരു മുറിവ് ഉമിയിൽ തീ കോരിയിട്ടാൽ എങ്ങനെയാണ് അതുപോലെ എൻ്റെ മനസ്സ് നീറുന്നു എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭം വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം ആളുകൾ പ്രതികരിക്കാൻ മടിക്കും. ഇതിൽ നിന്നൊക്കെ മാറി രക്ഷപ്പെട്ട് വേറെ പോകാനായിട്ട് ശ്രമിക്കും. ഒരു വിഡ്രോയൽ സിംറ്റം ഒക്കെ അവരവിടെ കാണിക്കും. പക്ഷേ അവരുടെ അഭിപ്രായത്തിൽ അവർ സുതാര്യതയുണ്ട്, കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാവരോടും ആലോചിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അവർ വ്യക്തമായി പറയുന്നുമുണ്ടായിരിക്കും. ഇതൊക്കെ ശരി തന്നെയാണ്. നമ്മളൊന്ന് വിചാരിക്കേണ്ടത്, നമ്മൾ ആ സ്ഥാപനം എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ക്രിറ്റിസിസത്തിൽ നമ്മുടെ മനസ്സ് പതറിപ്പോയാൽ ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. പരാതിയും പരിഭവവും ക്രിറ്റിസിസവും ഒന്നും കേൾക്കണമെങ്കിൽ അരിസ്റ്റോട്ടൽ പറയുന്നത് പോലെ ഒന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഇരുന്നാൽ ആരും ക്രിട്ടിസൈസ് ചെയ്യില്ല എന്നാണ്. ഒരുപക്ഷെ ഇതിൻ്റെ യാതൊരു വശങ്ങളെക്കുറിച്ചും സാങ്കേതികമോ സാമ്പത്തികമായ വശങ്ങളെക്കുറിച്ചൊന്നും വളരെയൊന്നും ചിന്തിക്കാതിരിക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ പുറപ്പെടുവിക്കുന്നത്. കൂടാതെ ചിലരുടെ വ്യക്തിത്വത്തിന് വൈകല്യമുണ്ട്. അവർക്ക് മറ്റുള്ളവരെ കുത്തി നോവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, സാഡിസ്റ്റുകളെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഏതാണോ, അവരെന്ത് വേണമെങ്കിൽ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യട്ടെ, അത് നമ്മൾ സ്വീകരിക്കാത്തിടത്തോളം കാലം ഇതെല്ലാം അവരുടേതാണ്. സന്ദർഭോചിതമായിട്ട് മറുപടി പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ഇമോഷനൊന്നും നമ്മൾ അടിമപ്പെടാതെ അവർ പറയുന്നതെല്ലാം കേട്ടു എന്ന് അവർക്കോ തോന്നത്തക്ക വിധത്തിൽ നമ്മളുടെ മുഖഭാവം വെച്ചുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ നേരിടാൻ പഠിക്കണം എന്നുള്ളതാണ്. അവർ നിസ്സാരം കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ അവർക്ക് പറയാം. കാരണം അവർക്ക് പറയാൻ മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടെത്തിക്കുന്നത്. മറ്റുള്ളവരുടെ ദുഃഖമാണ് പലർക്കും താല്പര്യം. ഒരു കച്ചവടക്കാരൻ്റെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറി മറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സങ്കടപ്പെട്ടു. പക്ഷെ അടുത്ത വീട്ടിലെ അയാളുടെ ലോറിയും അതിൽ പെട്ടിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം സന്തോഷിച്ചു. നമുക്ക് ചെറിയ നഷ്ടം ഉണ്ടായെന്നതോ അല്ലെങ്കിൽ വലിയ നഷ്ടമായിക്കോട്ടെ, മറ്റുള്ളവർക്ക് കൂടെ നഷ്ടം സംഭവിക്കുന്നല്ലോ എന്നുള്ളതാണ് പലരുടെയും സന്തോഷത്തിൻ്റെ ഹേതു തന്നെ. ഒരു ന്യൂസും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കില്ല. അടുത്ത വാർത്ത ഇതിലും നല്ലതായിട്ട് ചൂടോടെ വരുമ്പോൾ ഈ ആദ്യത്തെ തന്നെ അടിയിലേക്ക് പോകും. അതാണ് നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെ. നമ്മുടെ വിജയത്തിന് ആരാണ് താക്കോല്? നമ്മുടെ കയ്യിലാണ് താക്കോല്. നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും വേദനയൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ചെറിയ തെറ്റുകളൊക്കെയാണ് വല്ലവരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നമുക്ക് അതൊക്കെ സ്വീകരിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും നല്ലതാകുന്ന സമയത്ത് അവനിപ്പോൾ ഒരു ഭാഗ്യം തെളിഞ്ഞുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പോഴും നമുക്കല്ല ക്രെഡിറ്റ്, ഭാഗ്യത്തിനാണ് ക്രെഡിറ്റ്. ഇപ്പം മഹത് വ്യക്തികളെയൊക്കെ നമ്മൾ ബുദ്ധൻ, യേശുക്രിസ്തു, ശ്രീരാമൻ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ കഥകൾ വായിച്ചിട്ടില്ലേ, ജീവചരിത്രങ്ങൾ. അവിടെയൊക്കെ അവർ ചെയ്ത മഹത്വജനങ്ങളോ മഹത് കാര്യങ്ങളോ ഒന്നുമല്ല. രാജ്യം ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിനാണോ ഭാര്യയ്ക്കാണോ സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ അപഗ്രഥിക്കുകയാണ് പലരുടെയും ജോലി. എത്രയെത്ര സാഹിത്യകൃതികൾ, എത്രയെത്ര സിനിമകൾ ഇപ്പോഴും പൊടി അടിച്ച് പെട്ടിക്കകത്തിരിക്കുന്നുണ്ട്, പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. നമ്മൾ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് നിരൂപണം നടത്തുക എന്നുള്ളതാണ് പലരുടെയും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മുടെ പ്രവൃത്തിയെ ഇത് തന്നെയാണ്.
പലരും കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വ്യക്തിഹത്യ വരെ നടത്തുന്നത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ പുറകിലുള്ള അധ്വാനമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും ആരും കണക്കാക്കുന്നില്ല എന്നാണ്. നമ്മളെന്താ വേണ്ടത്? സത്യസന്ധമായി നമുക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ മുന്നോട്ട് പോയി ഒരു നാൾ നമ്മളിതെല്ലാം കാണിച്ചു കൊടുക്കും എന്നൊരു മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പം നമ്മുടെ മനസ്സിന് നല്ല സന്തോഷം തോന്നും. ചിലതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് പോലും നല്ലത് വരട്ടെ എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കും. കാരണം അവർ നല്ലതായിട്ട് അവരുടെ മനസ്സ് നന്നായാൽ മാത്രമേ അവർ നാളെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ഒക്കെ മറ്റുള്ളവർക്ക് ഹിതകരമായ വിധത്തിൽ സംസാരിക്കാൻ നമ്മളുടെ മനസ്സിനെ പഠിപ്പിക്കുക. ഏത് പ്രശ്നം വന്നാലും അതിനെ സമചിത്തതയോടുകൂടി നേടി നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനെ ഭയന്നിട്ട് കാര്യമില്ല. ഭയം എന്ന് വരുമ്പോൾ നമ്മളുടെ ശക്തി മുഴുവൻ ചോരുകയാണ്. അകാരണമായ ഭയം പാടില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പരാജയത്തിലേ കലാശിക്കുകയുള്ളൂ. എന്ത് സംഭവിച്ചാലും അവയെ നേരിടാൻ നമുക്ക് ശക്തിയുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് ക്രിറ്റിസിസത്തെയും നല്ലതുപോലെ നേരിടാൻ സാധിക്കും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.